ദേശീയ സുരക്ഷ അതിന് മുൻഗണന നൽകിക്കൊണ്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാജ്യത്തെ OTT പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രക്ഷേപണം ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഉള്ളടക്കങ്ങളും പാടില്ല. വീണ്ടും കിരൺ ബാബുവിലേക്ക്. കിരൺ, IT ആക്ടിന്റെ പാർട്ട് 3 തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് പൂർണ്ണമായിട്ടുള്ള വിലക്ക്, ഒപ്പം ഏതെങ്കിലും തരത്തിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിലും മോണിറ്ററിംഗ് വേണമെന്ന് പറയുക. അതായത് ഒരു തരത്തിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശം, ഒരു ഡിജിറ്റൽ സ്പേസിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. അത് OTT കമ്പനികൾക്ക് നൽകുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? അതീവ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശമാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ പാകിസ്ഥാനിൽ നിന്ന് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ വെബ് സീരീസോ സിനിമയോ ഏത് കണ്ടന്റ് ആയാലും അത്തരം കണ്ടന്റുകളൊന്നും തന്നെ നൽകരുത്. അത് ഇനി പണം നൽകി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണെങ്കിൽ പോലും അത് അടക്കം ഒഴിവാക്കണം എന്നടക്കം നിർദ്ദേശമാണ്. അടിയന്തരമായി തന്നെ ഇത് ചെയ്യണം എന്ന് തന്നെ പറയുന്നു. എന്തായാലും പ്രധാനമായും ഈ തരത്തിൽ OTT കണ്ടന്റുകൾ പാകിസ്ഥാനിൽ നിന്നുള്ള തെറ്റായ വിവരങ്ങൾ ഒന്നും തന്നെ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ കണ്ടന്റുകൾക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിൻ്റെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ താല്പര്യവുമായി എതിരായ ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. അതിന് ഏത് കണ്ടന്റ് ആയാലും, സിനിമയായാലും വെബ് സീരീസ് ആയാലും മറ്റേതെങ്കിലും ആർട്ടിക്കിളുകളായാലും മറ്റ് എന്ത് സംവിധാനമായാലും OTT പ്ലാറ്റ്ഫോമുകൾ വഴി ഇങ്ങനെ ഒന്നും വരരുത്. അതിന് പണം നൽകി നേരത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അതിനെ കട്ട് ചെയ്യണം. അത് അടിയന്തരമായി തന്നെ കട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എല്ലാ OTT പ്രൊവൈഡേഴ്സിനും ഇടനിലക്കാർക്കും എല്ലാം തന്നെ ഈ നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു നിർദ്ദേശം ഇന്ത്യ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തെറ്റായ വിവരങ്ങൾ ഇന്ത്യയിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവരുത്. അത്തരം ഇന്ത്യൻ്റെ പ്ലാറ്റ്ഫോമുകളെ ഒരു കാരണവശാലും പാകിസ്ഥാൻ ഉപയോഗിക്കരുത് തുടങ്ങിയ ലക്ഷ്യമാവണം ഇതിന് പിന്നിലെന്ന് കരുതുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അത് നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതിൽ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. കിരൺ ബാബു വിവരം